വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണി തടാകമേ, വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണി തടാകമേ, മന്ദമായി വന്നു വിശിയാനന്ദ തന്ന പുണ്യം തെള്ളലേ, രക്തസാക്ഷികളാഞ്ഞു പുൽകിയ പുണ്യജീവിത പാദനീ, പരിശുദ്ധാത്മാവെ നീഴും നെല്ലി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ള ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ 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 നിറയണമേ, പരിശുദ്ധാത്മാവേ 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 നിറയണമേ, പരിശുദ്ധാത്മാവേ 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 നിറയണമേ, പരിശുദ്ധാത്മാവേ 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 നിറയണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന ദൈവമേ ദൈവമേ ആരാധന 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 യേശുവേ യേശുവേ ആരാധന 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 റൂഹായേ റൂഹായേ ആരാധന 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 ത്രിത്വമേ ത്രിത്വമേ ആരാധന 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 സ്നേഹമേ സ്നേഹമേ ആരാധന ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലും ഭൂമിയിലും നരകത്തിലും അധികാരവും ശക്തിയുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാം നാരിക ശക്തികളും ആജ്ഞാപിക്കുന്നു, വിട്ടുമാറ് കീഴടങ്ങാം. ചതിയനായ പിശാചേ, നിന്റെ സകല സ്വാധീനവും ദൈവത്തിന്റെ മക്കളെ വിട്ടുമാറട്ടെ, ഓരോ മനുഷ്യരെ വിട്ടുമാറട്ടെ, എല്ലാ അടിമകളും സ്വതന്ത്രരാകട്ടെ, എല്ലാ അശുദ്ധാത്മകളും വിട്ടുമാറി കീഴടങ്ങട്ടെ യേശുവിന്റെ നാമത്തിന്. പാപത്തിൽ മരിച്ച അടിമകൾ കീഴടങ്ങാൻ bind you in the name of Jesus Christ of Nazareth. എല്ലാം വിട്ടും മടങ്ങട്ടെ, കീഴടങ്ങ യേശുവിന്റെ നാമത്തിൽ, കീഴടങ്ങട്ടെ യേശുവിന്റെ നാമത്തിൽ. എല്ലാ തലമുറകളെ ബന്ധിക്കുന്ന യേശുവിന്റെ നാമത്തിൽ. ബന്ധനസ്ഥനായ അടിമകളെ യേശുവിനെ ബന്ധിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് പാപം ചെയ്ത് നഷ്ടപ്പെട്ടു പോയ സകല അടിമകളെ യേശുവിനെ ബന്ധിക്കുന്നു. കീഴടങ്ങ യേശുവിന്റെ നാമത്തില്. യേശു കർത്താവാണ്. There is power, power and mighty power. The name of Jesus Christ of Nazareth. എല്ലാം മുട്ടോട് തമ്മിൽ മടങ്ങണം, കീഴടങ്ങണം. അടങ്ങ് സാത്താനെ, വിട്ടുമാറ്. വ്യക്തികളെ ഭരിക്കുന്ന എല്ലാ തലമുറകളും കീഴടങ്ങട്ടെ. ആമേൻ.
ആമേൻ. ഹല്ലേലൂയ. മൈറ്റി ഗ്ലോറി. ഹല്ലേലൂയ. ഹല്ലേലൂയ. മൂന്നാമത്തെ അഭിഷേകമാണ്. അത് പരിശുദ്ധ മറിയത്തിൻ്റെയും യേശുവിൻ്റെ അഭിഷേകത്തിൻ്റെ കൂട്ടായ്മയാണ്. അത് നമ്മൾ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ കാനായിലെ വിവാഹ വിരുന്ന്. ഗലീലയിലെ കാനായിലെ വിവാഹ വിരുന്ന് നടന്നു. അവിടെ വചനം പറയുകയാണ്, യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരിൽ വിടുന്ന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അപ്പോൾ യേശുവിൻ്റെ അമ്മ മുൻകൂറായിട്ട് ആ വീട്ടിലുണ്ട്. കാരണം വളരെ അടുത്തൊരു ബന്ധുവിൻ്റെ വീട്ടിലാണ് കല്യാണം. അപ്പോൾ മാതാവ് ആ ബന്ധത്തിൻ്റെ പേരിൽ അവിടെ ചെല്ലുകയാണ്. യേശു അവിടെ വന്നിട്ടുണ്ട്. യേശു ഇവിടെ നിന്ന് വരുന്നറിയാമോ? അതിന് ഏതാണ്ട് 40 ദിവസങ്ങൾക്ക് അപ്പുറം, 40 ദിവസങ്ങൾക്ക് മുമ്പ് യേശു ആദ്യം പോയത് ജോർദാനിലേക്കാണ്. അവിടെ പോയി സ്നാനം സ്വീകരിച്ച് അവിടെ വചനം പറഞ്ഞിട്ടുണ്ട്. ലൂക്ക 1:4-1 വചനം പറഞ്ഞിട്ടുണ്ട്, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്നും മടങ്ങി. നോക്കണമേ, യേശുവിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ യേശു ആത്മാവിൽ നിറഞ്ഞവനായി. ഇത് പറഞ്ഞിരിക്കുകയാണ്, ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് വിട്ടു. 40 ദിവസം യേശു മരുഭൂമിയിലായിരുന്നു, അവിടെ പരീക്ഷിക്കപ്പെട്ടു. ഇനി ലൂക്കാ സുവിശേഷം 4:14 പറഞ്ഞിരിക്കുകയാണ്, യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടി ഗലീലയിലേക്ക് മടങ്ങി. അങ്ങോട്ടാണ് മടങ്ങിയത്? ഗലീലയിലേക്ക് മടങ്ങി. എങ്ങനെ മടങ്ങിയത്? ആത്മാവിൻ്റെ ശക്തിയോടുകൂടി. 40 ദിവസത്തെ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴേക്കും യേശു ആത്മാവിൽ ശക്തനും സമ്പന്നനുമായിട്ട് മാറി. എന്നിട്ട് സ്വന്തം നാട്ടിലേക്ക് പോവുകയാണ്, ഗലീലയിലേക്ക്. ആ ഗലീലയിലെ കാനായിലാണ് ഈ വിവാഹം. അപ്പോൾ നമ്മൾ പറയുകയാണ് തൃശ്ശൂർ എന്ന് പറയുമ്പം വലിയൊരു ജില്ലയാണ് തൃശ്ശൂർ. അപ്പം തൃശ്ശൂർ നമ്മൾ പറയുക, വേറെ സ്ഥലത്തിൻ്റെ പേര് പറയാം. തൃശ്ശൂർ എവിടെയാണുള്ളത്? ഒല്ലൂർ. തൃശ്ശൂരിലെ ഒല്ലൂർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും. അല്ലെങ്കിൽ എറണാകുളത്ത് എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് കാക്കനാട് എന്ന് പറയും. ഇതുപോലെ തന്നെയാണ് ഗലീലയിലെ കാന എന്ന് പറയുന്നത്. ഗലീല എന്ന് പറയുന്ന ഒരു വലിയൊരു സ്ഥലമാണ്. അവിടുത്തെ ഒരു ചെറിയ ഗ്രാമമാണ് കാന എന്ന് പറയും. അപ്പോൾ കാനയിലാണ് വിവാഹം നടക്കുന്നത്. അവിടെ യേശു ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. ആ ഗലീലയിലെ കാനായിലാണ് വിവാഹം നടക്കുന്നത്. അവിടെ യേശു ക്ഷണിക്കപ്പെട്ടു. യേശു ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടു. അപ്പോൾ ആ യേശു തിരിച്ചു വന്ന് ദിവസങ്ങൾ കൊണ്ട് യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. 2-3 ദിവസം നമുക്ക് വിചാരിക്കാം, വിരുന്ന് നടന്നുകൊണ്ടിരിക്കുന്നു, വീഞ്ഞ് തീർന്നു പോയി. യഹൂദന്മാരുടെ വളരെ വിശേഷമായ ഒരു വിഭവമാണ് വീഞ്ഞെന്ന് പറയുക. അവർക്ക് കുടിച്ചു പോസാകാനായിട്ടല്ലത്. അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം, അവരുടെ നാടെന്ന് പറഞ്ഞാൽ മുഴുവൻ മുന്തിരിത്തോപ്പുകളാണ്. നമ്മുടെ നാട്ടിൽ റബ്ബർ കൃഷിയോ അല്ലെ മറ്റു കുരുമുളക് കൃഷി നടത്തുന്നു, അല്ലെ കപ്പ ഇഞ്ചി കൃഷി നടത്തുന്നു. നമ്മൾ കഴിക്കുന്നില്ലേ? റബ്ബറല്ല, കപ്പ അങ്ങനെ കഴിക്കുന്ന സാധനങ്ങൾ. ആ യഹൂദന്മാരെ സംബന്ധിച്ച് അവരുടെ നാട്ടിൽ ഈ മുന്തിരി അതിൽ നിന്നുണ്ടാക്കുന്ന വീഞ്ഞ് അവർ കുടിച്ചിരുന്നു. അത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണത്. അതുകൊണ്ട് തന്നെ അവരുടെ വിവാഹം വരുന്നില്ല വീഞ്ഞ് എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട വിഭവമായിരുന്നു. പക്ഷേ ആ വിരുന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വീഞ്ഞ് തീർന്നു പോയി. വലിയ അപമാനമാണ്, കുടുംബത്തിന് വലിയ അപമാനമാണ്. കാരണം ഇനിയുള്ള അതിഥികൾ വരുമ്പോൾ കൊടുക്കാൻ വീഞ്ഞില്ല, വലിയ അപമാനമാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ കുടുംബത്തിൻ്റെ ഈ പ്രശ്നം വളരെ പെട്ടെന്ന് പരിശുദ്ധ അമ്മ അറിയുകയാണ്. വീഞ്ഞില്ല. പരിശുദ്ധ അമ്മയിൽ വസിച്ചിരുന്ന പരിശുദ്ധാത്മാവ് ജ്ഞാനത്തിൻ്റെ ശക്തി പരിശുദ്ധ മറിയത്തെ ഉണർത്തുകയാണ്. ഗോ ടു ജീസസ്. യേശുവിനോട് ഇന്ന് പറയാൻ കാരണം ദൈവത്തിൻ്റെ ആത്മാവിനെ അറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത്. അറിയാം, പിതാവ് കണ്ടിരിക്കുക എന്താ സംഭവിക്കാൻ പോകുന്നുള്ളത്. വളരെ വേഗത്തിൽ മാതാവ് ഓടി മനുഷ്യരോട് പറയുക, അവർക്ക് വീഞ്ഞില്ല. അതൊരു പരിഭ്രാന്തിയുടെ വാക്കല്ല. പക്ഷേ ഇതാ എൻ്റെ കുഞ്ഞ്, നിന്റെ സമയമായി, അത്ഭുതം പ്രവർത്തിയ സമയമായി എന്ന് മാതാവ് അറിഞ്ഞു. അതുകൊണ്ടാണ് മാതാവ് ഓടി വന്ന് പറയുകയാണ്, അവർക്ക് വീഞ്ഞില്ല. പെട്ടെന്ന് ഈശോ എന്താ പറഞ്ഞത്? മൈ ടൈം ഹാസ് നോട്ട് ഇറ്റ്. എൻ്റെ സമയം ഇനി ആയിട്ടില്ല, എൻ്റെ സമയം ഇനി ആയിട്ടില്ല. സ്ത്രീയെ, എനിക്കും നിനക്ക് ബന്ധം, എൻ്റെ സമയം ഇനി ആയിട്ടില്ല. വാസ്തവത്തിൽ അവിടെ പരിശുദ്ധ മറിയം മനസ്സുമടുത്ത് മാറിപ്പോവല്ല ചെയ്തത്. കാരണം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മറിയത്തിന് ലഭിച്ച ആ ഒരു ഉള്ളിൽ കിട്ടിയ ഒരു പ്രചോദനമാണ്. ഇതാ സമയമായിരിക്കുന്നു, ഓടിച്ചെന്ന് പുത്രനോട് പറയുക, യേശുവിനോട് പറയുക. അപ്പോൾ യേശു പറഞ്ഞു സമയം ആയിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴും പരിശുദ്ധ മാതാവിൻ്റെ മനസ്സും അടുത്തില്ല. അവിടെ വളരെ വേഗം പരിശുദ്ധ മറിയം അവിടെ നിന്നിരുന്ന പരിചാരകരോട് പറയുകയാണ്, അവൻ പറയുന്ന പോലെ ചെയ്യുവിൻ. ഉറക്കെ വിളിച്ചു പറയാം. ഇത് യേശു കേട്ടു.
സമയമായില്ല എന്ന് പറഞ്ഞ ഈശോ പെട്ടെന്ന് കേൾക്കുകയാണ്. തൻ്റെ അമ്മ അങ്ങനെ വിളിച്ചു പറയുകയാണ്, അവൻ പറയുന്ന പോലെ ചെയ്യുവിൻ. അപ്പോൾ താൻ പറയണം, അവർ പ്രവർത്തിക്കണം. ഒറ്റ നിമിഷം ഒരു മിന്നൽപ്പിണര് പോലാണ് ഈ വചനം യേശുവിൻ്റെ ആത്മാവിനെ ഉണർത്തിയത്. വളരെ വേഗം യേശു പറയാണ്, ഫിൽ ദ ജാർസ് വിത്ത് വാട്ടർ. കൽപ്പനയിൽ വെള്ളം നിറയ്ക്കാൻ. അവിടെ 6 കൽപ്പന ഉണ്ടായിരുന്നു, വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. അവർ വെള്ളം നിറച്ചു. പരിചാരകർ ഓരോന്നും വെള്ളം കോരി ഒഴിച്ച് നിറച്ചു. വക്കോളം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് വീഞ്ഞായി. യേശു പറയുകയാണ്, കൊണ്ട് പ്രധാന സ്റ്റുവാർഡിൻ്റെ അടുത്ത് കൊണ്ടുപോവുക. അതുകൊണ്ട് അയാളത് ടേസ്റ്റ് ചെയ്ത് നോക്കി. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. വെള്ളം രുചിച്ചു നോക്കിയെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ വിശ്വസിക്കാൻ ശ്രമിക്കുകയാണ്, ഒരുപക്ഷെ ആ വെള്ളത്തിൻ്റെ നിറം മാറിയിട്ടില്ലായിരിക്കാം, വീഞ്ഞിൻ്റെ നിറം വന്നിട്ടില്ലായിരിക്കാം. അത് വെള്ളം പോലെ തന്നെ ഇരുന്നു. പക്ഷെ അത് രുചിച്ചു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അത് വീര്യം കൂടി മുന്തിയിനം മുന്തിരിയിൽ നിന്ന് വരുന്ന വീഞ്ഞാണെന്ന് അയാൾക്ക് മനസ്സിലായി. വലിയ വില കൂടിയ വീഞ്ഞ്, അത്രമാത്രം ലഹരിയുള്ള ഒരു വീഞ്ഞായിട്ട് മാറിയത് ആ വെള്ളം. പരിശുദ്ധാത്മാവിൻ്റെ ലഹരി. അത് കുടിച്ചവരൊക്കെ ശരിക്കും പരിശുദ്ധാത്മാവ് ലഹരി അനുഭവിച്ചവരായിട്ട് മാറിക്കാണും. ഹല്ലേലൂയ. കാരണം അവിടെ സംഭവിച്ച അത്ഭുതം ഈ 2 അഭിഷേകങ്ങളുടെ കൂട്ടായ്മ സംഭവിച്ചോടെ. അതുകൊണ്ട് ഈശോ മാത്രം ചെയ്ത അത്ഭുതം ഞാൻ പറയുന്നില്ല. അത് പരിശുദ്ധ മറിയം വഴിയും യേശു വഴിയും സംഭവിച്ച ഒരു വലിയൊരു കൂട്ടായ്മ അനുഭവമാണ് ആ കാനായിലെ അത്ഭുതം എന്ന് പറയുക. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു, പിതാവേ, ഈ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ അഭിഷേകവും യേശുവിൽ വച്ച പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ദൈവമേ ഒന്നായി ചേർന്ന് അന്ന് ആ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയെങ്കിൽ കർത്താവേ, ഇന്ന് ഈ വിരുന്നിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെയും മേലെ 2 അഭിഷേകത്തിൻ്റെ ശക്തി ഇറങ്ങി ചെന്നുകൊണ്ട് ഇവർക്കും ലഹരി ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആത്മാവൻ ലഹരി ഉണ്ടാകട്ടെ, ഇവിടെ ആത്മാവ് ചൂട് പിടിക്കട്ടെ, ഉണരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ അശുദ്ധിയുടെ, എല്ലാ തിന്മയുടെ ശക്തികളെ വേരോടെ തുടച്ചു മാറ്റപ്പെട്ട് ഇവരുടെ ഓരോരുത്തരും ആത്മാവ് ഉണർന്ന് ശക്തരായിട്ട് മാറട്ടെ, വിശുദ്ധരായിട്ട് മാറട്ടെ, വിശ്വസ്തരായിട്ട് മാറട്ടെ. അതിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഈ കുളക്കറിയിലായിരിക്കുന്ന, ഈ കുളത്തിലിറങ്ങുന്ന ഓരോരുത്തരുടെ മേലെ ഈ അഭിഷേകത്തിൻ്റെ ശക്തി ഇറങ്ങിയപ്പോൾ ഇവരെ ശക്തരാകട്ടെ. ഇവരുടെ ഹൃദയത്തിൽ ആഴമായ വിശുദ്ധീകരണം സംഭവിക്കട്ടെ. എല്ലാ വൈകല്യങ്ങൾ വിട്ടു മാറട്ടെ, മനുഷ്യ അസ്വസ്ഥതകൾ വിട്ടു മാറട്ടെ, രോഗങ്ങൾ അവരെ വിട്ടു മാറട്ടെ, ഭയം അവരെ വിട്ടു മാറട്ടെ, ദുഃഖകാരണം അവരെ വിട്ടു മാറിപ്പോകട്ടെ, നിരാശ വിട്ടു മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വലിയ വിടുതൽ സംഭവിക്കട്ടെ, വലിയ അഭിഷേകം ഉണ്ടാകട്ടെ. അമേൻ. ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. മൈറ്റി ഗ്ലോറി. ഹല്ലേലൂയ. അവേ മരിയ, അവേ മരിയ, അവേ മരിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു, അങ്ങയുടെ ഉദരത്തിന് ഫലവും അനുഗ്രഹീതമാകുന്നു. പരിശുദ്ധ മറിയമേ ദൈവപുത്രന്റെ മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവിനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഇനി മറ്റൊരു അഭിഷേകം. യേശു തൻ്റെ പരിശുദ്ധമായ ജീവിതം ആരംഭിക്കുന്നതിന് മുൻപ് യേശു സിനഗോഗിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ യേശുവിന് വായിക്കാൻ കൊടുത്ത വിശുദ്ധ ഗ്രന്ഥം, അതിലെഴുതപ്പെട്ട വചനമാണ് ഞാൻ വായിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം അധ്യായം 4 18 മുതൽ വചനം. ബുക്ക് ഓഫ് ലൂക്ക് 4:18. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. വചനം എല്ലാവരും ഏറ്റു പറയണം. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് ഇത് വായിച്ചതിന് ശേഷം യേശു അവരോട് പറയുകയാണ്, അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. തന്നെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദരിദ്രരെ വിടുവിക്കാൻ, മോചിപ്പിക്കാൻ, അന്തർ കാഴ്ച കൊടുക്കുവാൻ, അടിമകളെ സ്വതന്ത്രമാക്കുവാൻ ദൈവം ഏതെല്ലാം യുഗവുമായിട്ട് കടന്നു വന്ന യേശുക്രിസ്തുവിൽ വസിച്ച പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ വലിയ ശക്തിയും മഹത്വവും സാന്നിധ്യം ഏറ്റു പറഞ്ഞുകൊണ്ട്
കഥാവി ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരിലേക്ക് ഇവിടുത്തെ അഭിഷേകത്തിൻ്റെ ശക്തി വചനത്തിലൂടെ കടന്നു ചെന്ന് അവരെ സ്വതന്ത്രരാക്കുവാൻ, ദൈവരാജ്യത്തിനുവേണ്ടി അധ്വാനിക്കുന്നവരാക്കി തീരുവാൻ ഇടയാകട്ടെ. സൂചിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, നന്ദി, അങ്ങേക്ക് മഹത്വം. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, സ്തോത്രം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു, അങ്ങയുടെ ദുരിതത്തിൻ്റെ ഫലവും അനുഗ്രഹീതമാകുന്നു. പരിശുദ്ധ മറിയമേ ദൈവപുത്രൻ്റെ മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവിനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഇനി നമ്മൾ അടിസ്ഥാനപരമായിട്ട് ചില അഭിഷേകങ്ങളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ ഇപ്പോൾ അഭിഷേകങ്ങൾ ഇവിടെ നിറഞ്ഞു നിൽപ്പുണ്ട്. ഇനി നമ്മൾ അടുത്തോട്ട് ചെയ്യുന്നത്, നമുക്ക് ആവശ്യമുള്ള വിടുതലും സൗഖ്യവും തരുന്ന വചനമാണ്. അപ്പോൾ ഈ കുളത്തിലേക്ക് വീണ്ടും വചനത്തിലൂടെ നമ്മൾ ദൈവശക്തിയെ ഇവിടെ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് യേശു നാമത്തിൻ്റെ ശക്തിയുടെയും അധികാരത്തിൻ്റെയും അഭിഷേകം. നമുക്കറിയാം ഇതെല്ലാം സംഭവിക്കുന്നത് യേശുവിൻ്റെ നാമത്തിലാണ്. കാരണം യേശുവിൻ്റെ നാമം എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമമാണ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനത്തിൽ 3-ാമത്തെ അധ്യായം 16 തിരുവചനം, മുടന്തനെ സുഖപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ജനങ്ങളെ പത്രോസിന് ചുറ്റും കൂടി നിന്നുകൊണ്ട് അവർ ചെയ്തു പോയ അത്ഭുത പ്രവൃത്തി ഓർത്ത് അവർ വലിയ അത്ഭുത ശബ്ദരായി. പത്രോസോട് പറയുകയാണ്, സ്വന്തം സുഹൃതമോ ശക്തി കൊണ്ട് ഞാൻ ചെയ്ത കാര്യമല്ലിത്, ഞാനല്ല ചെയ്തത്, അവനാണ് ചെയ്തത്. ആരാണ്? അവൻ്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം. അവൻ്റെ നാമമാണ് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന മനുഷ്യനെ സുഖപ്പെടുത്തിയത്. അവനിലുള്ള വിശ്വാസമാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ മനുഷ്യന് പൂർണ്ണ ആരോഗ്യം പ്രദാനം ചെയ്തത്. പത്രോസ് പറയുകയാണ്, അവൻ്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം. എന്നിട്ട് പറയാം, അവൻ്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം അവൻ്റെ നാമമാണ് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയത്. അവനുള്ള വിശ്വാസമാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ മനുഷ്യന് പൂർണ്ണ ആരോഗ്യം പ്രദാനം ചെയ്തത്. അവൻ്റെ നാമത്തിലുള്ള എൻ്റെ വിശ്വാസം മൂലം. അതാ പത്രോസ് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. യേശുവിൻ്റെ നാമത്തിലുള്ള പത്രോസിൻ്റെ വിശ്വാസം മൂലം യേശുവിൻ്റെ നാമമാണ് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയത്. ഇനി അവരിലുള്ള എൻ്റെ വിശ്വാസമാണ് ഈ മനുഷ്യന് പൂർണ്ണ ആരോഗ്യം പ്രദാനം ചെയ്തത്. പത്രോസ് പറയുന്നത്. അപ്പോൾ പത്രോസിൻ്റെ യേശുവിലുള്ള അടിയുറച്ച വിശ്വാസം 2 കാര്യം പറഞ്ഞു. അവൻ്റെ നാമത്തിലുള്ള വിശ്വാസം, പത്രോസിൻ്റെ നാമത്തിലുള്ള വിശ്വാസം, ഈശോയുടെ നാമത്തിലുള്ള വിശ്വാസം, പത്രോസിൻ്റെ വിശ്വാസം. അപ്പം നമുക്ക് ഈശോയുടെ നാമത്തിലുള്ള നമുക്ക് വിശ്വാസം എത്രമാത്രമുണ്ട്? നമുക്ക് യേശു നാമത്തെക്കുറിച്ച് നമുക്ക് എന്ത് അറിവുണ്ട്? നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ പല പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ നാം അവിടെ യേശു നാമത്തെ ഉപയോഗിക്കാറുണ്ടോ? കാരണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ പിതാവ് ദൈവം സകല നാമത്തിനും ഉപരിയായ നാമത്തെ ഉയർത്തി. ഫിലിപ്പിയർ ലേഖനം 2:9, 10, 11 വചനങ്ങൾ. ഫിലിപ്പിയൻസ് 2:9, 10, 11. ആകയാൽ ദൈവം യേശുവിൻ്റെ നാമത്തെ അത്യധികമായിട്ട് ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായത് നാമം നൽകുകയും ചെയ്തു. അത് യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും നരകത്തിലുമുള്ള എല്ലാവരും മുട്ടുകളമടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ അധരങ്ങളും ഏറ്റുപറയാൻ വേണ്ടിയിട്ട്. കാരണം യേശു പിതാവിനെ മഹത്വപ്പെടുത്തി. പിതാവിൻ്റെ എല്ലാ ഹിതവും യേശു നിറവേറ്റി കൊടുത്തു. മരണത്തോളം, കുരിശു മരണം വരെ അവൻ തന്നെ താഴ്ത്തി എന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്. ആകയാൽ ദൈവവനെ അത്യധികമായിട്ട് ഉയർത്തി. ഹല്ലേലൂയ. ദൈവത്തിന് മുമ്പിൽ യേശു തന്നെ കുരിശു മരണത്തോളം താഴ്ത്തി. ഏറ്റവും നിസ്സാരനായിട്ട് ഒരു അടിമയായി യേശു തന്നെ താഴ്ത്തി. അത്രമാത്രം യഹൂദന്മാരുടെ, റോമൻ പടയാളികളുടെയും അതിനിന്ദയും ക്രൂരമായ അവരുടെ പീഡകൾ ഏറ്റു സഹിച്ച് നിശബ്ദനായി സഹിച്ചു. ഒരു വാക്കുപോലും ഉരിയാടിയില്ല. നാം ഒരു കാര്യം അറിഞ്ഞിരിക്കണം പ്രിയപ്പെട്ടവരെ, കർത്താവ് എന്തുകൊണ്ടൊന്നും മിണ്ടാതിരുന്നത്? ആ പാടെ യേശുവിൻ്റെ മുഖത്ത് ആ പ്രധാന പുരോഹിതൻ്റെ വൃത്തിയും തല്ലിയപ്പോൾ ചോദിച്ചു, നീ എന്തിനാ എന്നെ തല്ലിയും ചോദിച്ചു, എന്ത് കുറ്റമാണ് ഞാൻ ചെയ്തത്? അതിനപ്പുറത്ത്
തന്നെ അവർ അത്രമാത്രം പീഡിപ്പിച്ചപ്പോൾ, മുഖത്ത് താടി രോമങ്ങൾ പിഴുതെറിഞ്ഞപ്പോൾ, കന്നത്ത് അടിച്ചപ്പോൾ, മുഖത്ത് തുപ്പിയപ്പോൾ, നിലത്തിന് ചവിട്ടിയപ്പോൾ, യെശയ്യാ 50:6 പറഞ്ഞിരിക്കുന്നു, അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് ഞാൻ കവിളുകളും കാണിച്ചു കൊടുത്തു. നിന്നയിലെ തുപ്പിൽ ഞാൻ മുഖം തിരിച്ചില്ല. അടിച്ചവർക്ക് പുറം കാണിച്ചു കൊടുത്തു. താടി രോമം പറിച്ചവർക്ക് മുഖം കാണിച്ചു കൊടുത്തു. മുഖത്ത് തുപ്പാനും കന്നത്ത് അടിക്കാനും തൻ്റെ ശരീരം ചമ്മട്ടി അടികളാൽ ഉഴുതു പറിക്കാനും യേശു വിട്ടുകൊടുത്തു. അവർക്ക് ഒരു വാക്കുപോലും മിണ്ടിയില്ല, ഒന്നും ഉരിയാടിയില്ല. എന്താണ് കാരണം? കർത്താവിൻ്റെ ആ നിശബ്ദതയുണ്ടല്ലോ, ആ നിശബ്ദമായിട്ട് എല്ലാം സഹിച്ച ആ നിശബ്ദതയുണ്ടല്ലോ, അത് സാത്താനെ തകർക്കാൻ ദൈവത്തിന് ആവശ്യമായിരുന്നു. ഹല്ലേലൂയ. നമ്മൾ പരാതി പറഞ്ഞ് കുറ്റം പറഞ്ഞ് നമുക്ക് സഹിക്കാൻ പറ്റില്ല. നമ്മൾ സഹിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ പരാതി പറയുന്നവരാ, കുറ്റം പറയുന്നവരാ പിന്നെയെങ്കിലും. പക്ഷേ യേശു ഒരിക്കൽ പോലും പരാതിപ്പെട്ടില്ല. കർത്താവിൻ്റെ ആ നിശബ്ദത ശത്രുവിൻ്റെ തകർച്ചയായിട്ട് മാറി, ഒരു പരാജയമായിട്ട് മാറി. യേശു അടി കൊണ്ടുക മാത്രമല്ല ചെയ്തത്, ആണികൾ തറയ്ക്കപ്പെടുക മാത്രമല്ല ചെയ്തത്, അത്രയേറെ വേദന സഹിച്ചപ്പോഴും ഒരു വാക്കുപോലും അവർക്കെതിരെ പറയാതെ, കുറ്റം പറയാതെ പൂർണ്ണമായി നിശബ്ദനായി സഹിച്ചു. ആ നിശബ്ദതയ്ക്ക് വലിയ ശക്തിയും അർത്ഥവും ഉണ്ടായ ദൈവത്തിൻ്റെ മുമ്പിൽ. യേശു എന്തെങ്കിലും പരിഭവം പറഞ്ഞിരുന്നെങ്കിൽ, പരാതി പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ മഹത്വം നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. അത് യേശു സമ്മതിച്ചില്ല. പൂർണ്ണമായി സഹിച്ച് നിശബ്ദനായിട്ട് അവസാന നിമിഷം വരെ മരിക്കുവോളം അവരെ സ്നേഹിച്ച മരിച്ചത്, അവരെ ശ്രമിച്ച് അവർക്ക് വേണ്ടി അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച യേശു മരിച്ചത്. പിതാവേ, ഇവരെന്താ ചെയ്യുന്നവർ അറിയുന്നത്, ഇവരോട് ക്ഷമിക്കണേ എന്ന് അവർക്ക് വേണ്ടി ദൈവത്തോട് മധ്യസ്ഥം വഹിച്ചിട്ടാണ് കർത്താവ് കുരിശിൽ മരിക്കുന്നത്. ഹല്ലേലൂയ. തന്നെ വെല്ലുവിളിച്ചവരോടാ, നീ ഇറങ്ങി വാടാ, നീ ദൈവത്തിൻ്റെ പുത്രനാണ്, നീ ഇറങ്ങി വാ എന്ന് തന്നെ വെല്ലുവിളിച്ച ആ പുരോഹിത പ്രമുഖന്മാരോടും യഹൂദൻ പ്രമുഖന്മാരുടെ മുമ്പിൽ യേശു നിശബ്ദനായി. ഒരു കള്ളൻ കുരിശെ കിടന്ന് പറഞ്ഞു, നീ ദൈവത്തിൻ്റെ പുത്രൻ, നീ ഇറങ്ങി, നീ എന്നെ രക്ഷിക്ക്, ഞാൻ രക്ഷിക്ക്. യേശുവിനെ അവൻ പ്രകോപിക്കുകയാണ് ചെയ്തത്. അവരൊക്കെ നീ ദൈവത്തിൻ്റെ പുത്രനാണ്, ഇറങ്ങി വാ എന്ന് പറഞ്ഞു. ഒരു പ്രകോപനത്തിൻ്റെ വാക്കുകളാണ്. ആർക്കും കേട്ട് സഹിക്കാൻ പറ്റില്ല. ചിലർ പറയും, നീ ആണാണെങ്കിൽ ഇറങ്ങിയെന്ന് പറയില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ ആളുകൾ പ്രതികരിക്കുകയാണ്, ചിലപ്പോൾ ഉപദ്രവിക്കും അങ്ങോട്ട് പോയിട്ട്. വെല്ലുവിളിയാണത്, അത് പ്രകോപനപര വാക്കുകളാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രകോപനത്തിൻ്റെ വാക്കുകൾ, ഒത്തിരിയേറെ വാക്കുകൾ യേശുവിന് മുമ്പിലേക്ക് അവരിട്ടു. പക്ഷെ എല്ലാം നിശബ്ദനായിട്ട് യേശു കേട്ടു, പക്ഷെ സഹിച്ചു. എത്രയോ ശാന്തമായി കർത്താവിനെ ഹൃദയം സ്വീകരിക്കാൻ പറ്റിയത്. ആ ഒരു ശാന്തത, ആ ഒരു നിശബ്ദത ശത്രുവിൻ്റെ തകർച്ചയായിട്ട് മാറി, പരാജയമായിട്ട് മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അതുകൊണ്ട് യേശു എല്ലാ തരത്തിലും പിതാവിനെ മഹത്വപ്പെടുത്തി. അതുകൊണ്ട് പിതാവ് എന്ത് ചെയ്തു? ഈശോയെ ഉയർത്തി, യേശുവിൻ്റെ നാമത്തെ ഉയർത്തി, ഏറ്റവും ഉന്നതമായ നാമമായിട്ട് ഉയർത്തി. അത് യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും നരകത്തിലുള്ള എല്ലാവരും മുട്ടുകളും മടക്കണം, കീഴടങ്ങണം. ഇത് മാത്രമല്ല, യേശു ക്രിസ്തു കർത്താവാണെന്ന് എല്ലാ അധരങ്ങളും ഏറ്റുപറയണം. അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അത് സംഭവിക്കും, സംഭവിച്ചേ പറ്റൂ. സകല ശത്രുക്കളെയും നിന്റെ പാതപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക എന്ന് കൽപ്പിച്ചവൻ അത് സംഭവിപ്പിക്കുക തന്നെ ചെയ്യും. സകല അധരങ്ങളും ഏറ്റുപറയും യേശു ക്രിസ്തു കർത്താവാണെന്ന്. ഒരുവൻ പോലും മാറ്റപ്പെട്ടിട്ടില്ല. സ്വർഗത്തിലുള്ളവർ, ഭൂമിയിലുള്ളവർ, നരകത്തിലുള്ളവർ. അത് സംഭവിക്കും. അതാണ് ദൈവത്തിൻ്റെ വിജയം. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ആ യേശു നാമത്തിൻ്റെ ശക്തിയും അധികാരവും ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ കുളത്തിൽ കർത്താവേ, എല്ലാ വ്യാധികളെ സുഖപ്പെടുത്തുന്ന, എല്ലാ നാരീയ ശക്തികളെ പിഴുതെറിയുന്ന, അശുദ്ധാത്മാക്കൾ കീഴ്പ്പെടുത്തുന്ന, മനുഷ്യരെ ഉയർപ്പിക്കുന്ന യേശുനാമത്തിൻ്റെ എല്ലാ ശക്തിയും അധികാരവും ഇപ്പോൾ ഈ സമൂഹത്തിൽ നിറയുമാറാകട്ടെ. നിങ്ങളുടെ വലതുകരം നീട്ടിപ്പിടിച്ചുകൊണ്ട്, നിങ്ങളുടെ കുളത്തിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി ഇറങ്ങി വന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇവിടെ സംഭവിക്കട്ടെ. രോഗികളെ സൗഖ്യം പ്രാപിക്കട്ടെ, കെട്ടുകൾ അഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ബന്ധനങ്ങൾ തകർന്നു പോകട്ടെ. തന്നെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ദൈവമേ, അങ്ങേക്ക് നന്ദി. യേശുവേ, അങ്ങേക്ക് നന്ദി, അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 4-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ വചനം. മറ്റാലും രക്ഷയില്ല, ആകാശത്തിന് കീഴിൽ
മനുഷ്യരുടെയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരേ ഒരു നാമം, അത് യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. മറ്റാരും രക്ഷയുടെ അനുഭവമില്ല. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവന് രക്ഷ ലഭിക്കുക. എന്നാ രക്ഷ എന്ന് പറഞ്ഞാൽ അവൻ്റെ പാവം ക്ഷമിക്കപ്പെടുകയാണ്, അവൻ്റെ പാവമോചനം കിട്ടുകയാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. യേശു നാമത്തിലുള്ള വിശ്വാസത്തിലൂടെ അവൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയാണ്. രോഗങ്ങൾ മാത്രമല്ല മാറുക, മറിച്ച് അവന് പാപക്ഷമ കിട്ടുകയാണ്. അത് അപ്പോസ്തല പ്രവർത്തനം 10:43 വചനം. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവൻ്റെ നാമം മൂലം പാപമോചനം നേടുമെന്ന് അവനെക്കുറിച്ച് പ്രവാചകന്മാർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വിശ്വാസത്തിലൂടെ ഏതൊരു മനുഷ്യനും സൗജന്യമായ രക്ഷ പ്രാപിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നമ്മുടെ കുടുംബത്തിലുള്ള ഓരോ മക്കള്, വിശ്വാസമില്ലാത്തവര്, പാപത്തിൽ ജീവിക്കുന്നവരെ, അവരവരെല്ലാം യേശു നാമത്തിൻ്റെ ശക്തി ഇറങ്ങി വരട്ടെ. അവരവരെല്ലാം അവർ ഭരിക്കുന്ന അന്ധകാരത്തിൻ്റെ അധിപന്മാരുടെ മേൽ കർത്താവിൻ്റെ യേശു നാമത്തിൻ്റെ അധികാരം ഇറങ്ങി വരട്ടെ. മത്തായി 28:18 യേശു പറഞ്ഞതാ, സ്വർഗത്തിലും ഭൂമിയിലും അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യേശു നാമത്തിന് അധികാരമുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലും നരകത്തിലും അധികാരം യേശുവിൻ്റെ നാമത്തിനാണ്. വെളിപാട് 18 ഇതാ, മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോൽ എൻ്റെ കയ്യിലാണെന്ന് യേശു പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ അധികാരം എല്ലാം സമന്വയിക്കട്ടെ ദൈവമേ. ഈ കുളത്തിൽ, ഈ വ്യസ്ത കുളത്തിൽ അതിനെല്ലാം അധികാരത്തിൻ്റെ ആധിപത്യം ഉറപ്പിക്കപ്പെടുമാറാകട്ടെ. കുടുംബാംഗങ്ങളുടെ മേലുള്ള ഭരിക്കുന്ന പാപത്തിൻ്റെ കെട്ടുകൾ തകർന്നു പോകട്ടെ. ദുശ്ശീലം, ദുഷ്ചരകങ്ങൾ, മദ്യാസക്തി, വ്യഭിചാരത്തിൻ്റെ, കൊലപാതകത്തിൻ്റെ, വെറുപ്പിൻ്റെ, പകയുടെ, സംശയത്തിൻ്റെ, കലഹത്തിൻ്റെ ദുരാത്മാക്കൾ ബന്ധിക്കപ്പെടട്ടെ. ഓരോ കുടുംബങ്ങൾ, ഓരോ ഭവനങ്ങളിൽ ശത്രുവിൻ്റെ എല്ലാ ശക്തികളും ബന്ധിക്കപ്പെടട്ടെ. സകല മുട്ടുകളും മടങ്ങട്ടെ. ആ കുടുംബത്തിൽ മരിച്ചു പോയിട്ടുള്ള ബന്ധിക്കപ്പെട്ട ആത്മാക്കളെ യേശു ബന്ധിക്കുന്നു. അവരെല്ലാം കീഴടങ്ങട്ടെ, അവരെല്ലാം മുട്ടുമടങ്ങട്ടെ യേശുവിൻ്റെ നാമത്തിൽ. തൻ്റെ നിയമവചനപ്രകാരം സ്വർഗത്തിലും ഭൂമിയിലും നരകത്തിലുമുള്ള സകലരും യേശുവിന് മുട്ടുമടങ്ങുമെന്നതിനാൽ എല്ലാ അടിമകളും കീഴടങ്ങുക. എല്ലാം മുട്ടും മടങ്ങട്ടെ യേശുവിൻ്റെ നാമത്തിൽ. തലമുറകൾ കീഴടങ്ങട്ടെ, കീഴടങ്ങട്ടെ യേശുവിൻ്റെ നാമത്തിൽ. പാപത്തിൽ മരിച്ചവരെ, 1 മുതൽ 10 വരെയുള്ള പ്രമാണം ലംഘിച്ച് ജീവിച്ച് മരിച്ചവരെ ബന്ധിക്കുന്നു. അവരെല്ലാം കീഴടങ്ങ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. തന്നെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുടുംബങ്ങളെ ഭരിക്കുന്ന ശാപത്തിൻ്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. കുടുംബങ്ങളെ ഭരിക്കുന്ന ശാപത്തിൻ്റെ ശക്തികൾ വിട്ടുമാറട്ടെ, വിട്ടുമാറ്. ആമേൻ, ഗ്ലോറി, ആമേൻ, ഗ്ലോറി, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കുടുംബങ്ങളെ ഭരിക്കുന്ന ശാപം, വിട്ടുമാറാത്ത രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, വിട്ടുമാറാത്ത രോഗങ്ങളാണ്. ഒരാൾക്ക് മാറി അടുത്തൊരാൾക്ക് ദൈവമേ കാലങ്ങളായിട്ട് രോഗത്തിൽ ചികിത്സിക്കുന്ന കുടുംബങ്ങൾ, വ്യക്തികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഇപ്പോൾ യേശുനാമത്തിൻ്റെ ശക്തിയാൽ, വചനത്തിൻ്റെ അധികാരത്താൽ സൗഖ്യം പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ. ശരീരത്തിൽ തളർവാദം പിടിപെട്ട തളർവാദ രോഗികൾക്ക് സൗഖ്യമുണ്ടാകട്ടെ. അശുദ്ധാത്മാക്കൾ വിട്ടുമാറ്. അപകടത്തിൽ രോഗം ബാധിച്ച് നട്ടിൽ തകർന്ന് തളർന്നു കിടക്കുന്നവര് യേശുനാമത്തില് ജീവൻ പ്രാപിക്കട്ടെ. ഇപ്പോൾ അവരെ പീഡിപ്പിക്കുന്ന, ഞെരുക്കുന്ന അന്ധകാര അധിപന്മാർ വിട്ടുമാറ്, വിട്ടുമാറ് യേശുവിൻ്റെ നാമത്തില്. സകല പാമ്പുകളും തെളികളും എന്തിരിക്കുന്നു യേശുനാമത്തിൽ വിട്ടുമാറ്. കീഴടങ്ങട്ടെ, കീഴടങ്ങ യേശുവിൻ്റെ നാമത്തില്. തന്നെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ആമേൻ, ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ മഹത്വം, ദൈവമേ നന്ദി. യേശുവേ അങ്ങേക്ക് നന്ദി, അങ്ങേക്ക് ആരാധന, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, സ്തുതിക്കുന്നു.